എല്ലാവർക്കും നമസ്തേ. ഈ 2 ദിവസമായി നമ്മുടെ കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു വിവാദമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ മെസ്സിയെ ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കും എന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി ആൻഡോ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു തട്ടിപ്പെന്നേ നമുക്കതിനെ പറയാകത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവ വികാസം എന്ന് പറഞ്ഞ് മെസ്സി ഇവിടെ വരും, കലൂർ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ, അന്തർദേശീയ സ്റ്റേഡിയത്തിൽ മത്സരം വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് റിപ്പോർട്ടർ ചാനലാണ് അത് സ്പോൺസർ ചെയ്യുന്നത്. അവരുടെ കമ്പനി RBC റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാണ് വലിയ പ്രചരണം നടത്തി. എവിടേക്കോ പിരിവ് ഒക്കെ നടത്തിയോ എന്നുള്ളത് ഇനി അന്വേഷണത്തിൽ വരണം. ഇതിൻ്റെ മറവിൽ അവിടെ ആ സ്റ്റേഡിയം നവീകരിക്കാൻ ആണ് എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ ആ സ്ഥലം ഒരു ടെൻഡറും വിളിക്കാതെ ഇവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു, ആൻഡോ അഗസ്റ്റിന് ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് ആ നിരവധി മരങ്ങൾ അവിടെ നിന്ന് വെട്ടി മാറ്റുകയും ചെയ്തു. അതന്ന് വളരെ വിവാദമായ സംഭവമാണ്. നമുക്കറിയാം ആൻഡോ അഗസ്റ്റിന് ആരാണെന്നറിയാം. അഗസ്റ്റിൻ സഹോദരങ്ങൾ, ഇവർ 3 പേരുണ്ട്. ഇവർ ഭൂലോക തട്ടിപ്പുകാരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നേരത്തെ ഇവർ ഐഫോണിനെക്കാട്ടിൽ വലിയ സൂപ്പറായിട്ടുള്ള ഫോൺ കൊണ്ടുവരുമെന്നും പറഞ്ഞ ആപ്പിളിൻ്റെ ആണല്ലോ ഐഫോൺ, അതിനോടടുപ്പിച്ച് ഒരു സാമ്യം വരുന്ന രീതിയിൽ മാംഗോ ഫോൺ അതിൻ്റെ പേര് പറഞ്ഞ് അവർ പുതിയൊരു കമ്പനി മാംഗോ ഫോൺ, ഐഫോണിനെക്കാട്ടി അതിനോട് കിടപിടിക്കുന്ന ഫോൺ കൊണ്ടുവരും എന്ന് പറഞ്ഞ് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ മുൻ പേജിൽ ലക്ഷങ്ങളുടെ പരസ്യമൊക്കെ കൊടുത്ത് ഇവർ പ്രചരണം നടത്തി. അമിതാഭ് ബച്ചനെ മറ്റുമാണെന്ന് തോന്നുന്നു ഒരു ബ്രാൻഡ് അംബാസിഡർ പോലെ അവതരിപ്പിക്കാണ്ട് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേരളത്തിൽ അതിൻ്റെ ഫ്രാഞ്ചൈസി കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്ങോളം കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ളവരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ഇവർ പ്രതികളാണ്. അവരുടെ പേരിൽ ആ കേസുകൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കർണാടകയിൽ ഒക്കെ ബാങ്കിനെ കബളിപ്പിച്ച കേസും ഇവരുടെ പേരിലുണ്ട്, ലക്ഷങ്ങൾ കോടികൾ. അങ്ങനെ കേസ് ഉള്ള വ്യക്തികളാണ് ഈ ആൻഡോ അഗസ്റ്റിൻ. അയാളുടെ നേതൃത്വത്തിലാണ് നമ്മുടെ മുട്ടിൽ മരം മുറി കേസുണ്ടായത്. ആ കോടികളുടെ മരം മുറിച്ച് കടത്തിയ കേസ് കെട്ട് അത് പട്ടയം കിട്ടിയവരുടെ പേരിൽ ആ കേസ് കെട്ടി വെച്ച് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ കോടതി ഇയാളെ കുറേ ദിവസം റിമാൻഡ് വരെ ചെയ്ത സംഭവം ഉണ്ടായി. അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ആ കേസ് നടക്കുകയാണ്. അങ്ങനെ ഒരു തട്ടിപ്പുകാരൻ ഇയാൾ ഈ രീതിയിൽ തട്ടിച്ചും വെട്ടിച്ചും കുറേ കാശുണ്ടാക്കി. ഇതിൻ്റെ പിന്നിലെ ഡീൽ എന്താണെന്നും അറിയത്തില്ല. നികേഷ് കുമാറിൻ്റെ നിന്ന് റിപ്പോർട്ടർ ചാനൽ അയാൾ വിലക്കെടുത്തിട്ട് ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ മുതലാളിയായിട്ട് നടക്കുകയാണ്. അതിനകത്തിൽ കൂടെ നടത്തുന്ന സംഭവം എന്താണെന്നുള്ളത് അന്വേഷിച്ചാലേ ഇനി മനസ്സിലാകും. ഇയാൾ ഇത് മേടിക്കാൻ കാരണം ഒരു മാധ്യമത്തിൻ്റെ മറവിൽ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് പ്രത്യേക പരിരക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വിനിയോഗിക്കാൻ വേണ്ടിയല്ലേ ഇയാൾ ഈ മാധ്യമ സ്ഥാപനം വാങ്ങിയത് എന്നുള്ള കാര്യവും തീർച്ചയായിട്ടും ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ട കാര്യമാണ്. അവരുമായി ചേർന്ന് മെസ്സിയെ കൊണ്ടുവരുമെന്നും പറഞ്ഞ് കോടികളുടെ തട്ടിപ്പാണ് നടത്തിയത്. വാർത്ത അനുസരിച്ച് 126 കോടിയോ അങ്ങനെ അങ്ങോട്ടൊക്കെ പറയുന്നു. ഇത് ED അന്വേഷിക്കണം, SFI അന്വേഷിക്കണം എന്നൊക്കെ മന്ത്രി പറയുന്നത് കേട്ടു. കാരണം ഇത് ഈ നമ്മുടെ വിദേശ വിനിമയ നിയന്ത്രണ ചട്ടത്തിന് വരെ ഇത് വിരുദ്ധമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. സർക്കാരിനെ കബളിപ്പിച്ചൊക്കെ അനുമതി മേടിച്ച് പൈസ ഇവിടുന്ന് കടത്തി എന്നാണ് പറയുന്നത്. അത് കള്ളപ്പണം വെളുപ്പിക്കാൻ ഉള്ള പരിപാടിയായിരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ മന്ത്രി എന്തൊക്കെ വിഡിതം വിളിച്ച് പറയുന്നതെന്ന് നമ്മൾ കേട്ടതാണ്. ഇത് ഖജനാവിന് നഷ്ടമൊന്നും വന്നിട്ടില്ല, അങ്ങനാണ് ഇങ്ങനാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് കണ്ടു. ഒരു സർക്കാരിൻ്റെ ഒരു പരിപാടി, അത് സർക്കാർ പരിപാടി എന്ന് പറഞ്ഞ് തന്നെയാണ് കുത്തുകളെല്ലാം പോയിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ്.
ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി, ഈ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. ഇതിനകത്ത് ഒരു ഇതും നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ന്യായീകരിക്കുന്നത് കണ്ടാണ്. ഇത് നമ്മൾ ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭ സമയത്ത് ഒരു മന്ത്രിക്കും സ്വതന്ത്രമായിട്ട് നടപടികൾ എടുക്കാൻ കഴിയുമായിരുന്നില്ല, തീരുമാനങ്ങൾ. അതിന് എനിക്ക് തോന്നുന്നു CPI മന്ത്രിമാർക്ക് ഒരല്പം അതിന് ഒരു ഇളവുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം അവർ രണ്ടാമത്തെ കക്ഷിയായിട്ട് അവർ പ്രബലരായിട്ട് നിൽക്കുന്നത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ അനുമതി തേടേണ്ടി വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതല്ലാതെ ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്നത് അന്നത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ INLന്റെ മന്ത്രിയായിരുന്നു, INLന്റെ പ്രതിനിധിയായിരുന്നു. പിന്നെ അത് തന്നെയല്ല, അതേപോലെ തന്നെ രാമേന്ദ്രൻ കടന്നപ്പള്ളി കോൺഗ്രസ് NCPയുടെ മന്ത്രിയാകട്ടെ, മറ്റേതൊരു പാർട്ടിയുടെ മന്ത്രിയാണെങ്കിലും സ്വതന്ത്രമായിട്ട് ഒരു നടപടി എടുക്കാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. പിന്നെ KB ഗണേഷ് കുമാറിന് സ്വന്തമായിട്ട് കുറച്ച് തീരുമാനമെടുക്കാൻ ഉള്ള അനുമതി ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം ഗണേഷ് കുമാറിനെ പിണക്കിയാൽ ഉമ്മൻചാണ്ടിയെ അകത്താക്കാൻ വേണ്ടിയുള്ള വ്യാജ കേസുകൾ ഉണ്ടാക്കിയതിൻ്റെ തെളിവ് വിളിച്ചു പറയും എന്നുള്ള ഇതുകൊണ്ടായിരിക്കാം KB ഗണേഷ് കുമാറിന് കുറച്ച് ഏറെ കാര്യങ്ങൾ അയാൾ സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാൻ ഉള്ള അനുവാദം ഉണ്ടായിരുന്നു എന്നല്ലാതെ ഈ അബ്ദുറഹിമാനാകട്ടെ, രാമേന്ദ്രൻ കടന്നപ്പള്ളി ആകട്ടെ, മറ്റ് ഇതേപോലുള്ള മന്ത്രിമാർക്കൊന്നും ഒരു രീതിയിലും സ്വതന്ത്രമായിട്ട് അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നില്ല. പിണറായി വിജയൻ അറിയാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ്, അത് ഭയന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനകത്തിലൊരു ക്രമക്കേടും നടന്നിട്ടില്ല, എല്ലാം നേരായ പോയിരിക്കുന്നത് എന്ന് പിണറായി വിജയൻ ന്യായീകരിച്ചത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനും കോൺഗ്രസ് നേതാക്കളും ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒരു രീതിയിലും പിണറായി വിജയനെ സംരക്ഷിക്കാൻ ശ്രമിക്കരുത്. അദ്ദേഹം ഇതിനകത്തിൽ നമുക്ക് വ്യക്തമായിട്ടറിയാം, അദ്ദേഹത്തിന് ഇതിനകത്ത് പങ്കുണ്ട്, വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിണറായി വിജയൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഈ മെസ്സിയെ കൊണ്ടുവരുന്ന പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾ അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവരണം. നിങ്ങൾ ആ സമയത്ത് ഇദ്ദേഹത്തിനെ നിങ്ങൾ ഒരു രീതിയിൽ ന്യായീകരിക്കാനോ സംരക്ഷിക്കാനോ ശ്രമിക്കരുത്. CPMൻ്റെ പരമോന്നത നേതാവാണെന്നോ നമ്മുടെ പ്രതിപക്ഷ നേതാവാണെന്നോ ഉള്ള ഒരു പരിഗണന നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ ചിന്ത വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒറ്റ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഉമ്മൻചാണ്ടിയെ എത്രമാത്രം അധിക്ഷേപിച്ച ഒരു നേതാവായിരുന്നു ഇദ്ദേഹം എന്നുള്ള കാര്യം പിണറായി വിജയൻ. ഉമ്മൻചാണ്ടിയുടെ ആ ഭരണ സമയത്താണ് സെക്രട്ടേറിയറ്റ് വളയലും ഒക്കെ ഇവർ നടത്തി. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു നന്മ കാരണം ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അംഗീകരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ പിണറായി വിജയൻ എന്താണ് ചെയ്തത്? മുഖ്യമന്ത്രിയായ ഉടനെ അദ്ദേഹം ചെയ്തത് എന്താണ്? ഈ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് അവർക്ക് ഇന്ന പോലെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് കമ്മീഷനെ കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിച്ചു. അദ്ദേഹത്തിന് ആ പ്രായം പോലും കണക്കാക്കാതാണ് ഈ സരിത നായരെ കൊണ്ട് ലൈംഗിക അതിക്രമം കേസ് വരെ ഉമ്മൻചാണ്ടിക്കെതിരെ കൊടുപ്പിച്ചു. ഒരാളൊരു മോഷ്ടിച്ചെന്നോ മറ്റേതിൻ്റെ അടിച്ചതെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഗുണ്ടായിസം കാണിച്ചെന്നോ പറയുന്നതിൻ്റെ കൂടെ അല്ല, ആ പ്രായം പോലും പരിഗണിക്കാതെ ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ള വ്യാജ കേസ് സരിതയെ കൊണ്ട് കൊടുപ്പിച്ചു. അത് ഈ ഗണേഷ് കുമാറും നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ പിണറായി വിജയനും പാർട്ടിയും കൂടെ ചേർന്ന് തയ്യാറാക്കിയ നാടകമല്ല, പണവും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു വ്യക്തിഹത്യ നടത്തിയ കക്ഷികളാണ്. അവർക്കൊരു കുടുംബമുണ്ടെന്ന് പോലും ചിന്തിക്കാതെ ഈ രീതിയിൽ വളരെ മോശമായ രീതിയിൽ അപമാനിച്ച ആളാണ് ഈ പിണറായി വിജയൻ. ആ ഒരു
ചിന്തയെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. പിണറായി വിജയനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ്. കാരണം നിങ്ങളുടെ നേതാവിനോട് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത കാര്യമാണ് പിണറായി വിജയൻ അധികാരം ഉപയോഗിച്ച് ചെയ്തത്. അത് നിങ്ങൾ മറക്കരുത്, ഒരിക്കലും നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് ഈ കേസ് സത്യസന്ധമായി അന്വേഷിച്ച് ഇത് പുറത്തു കൊണ്ടുവരണം. പിണറായി വിജയന് ഇത് പങ്കുള്ള കേസാണ്, നമുക്ക് വ്യക്തമായിട്ടറിയാം. ഈ ഇതിൽ ഉമ്മൻചാണ്ടിയോട് കാണിച്ച പൊറുക്കാൻ പറ്റാത്ത ആ ഒരു തെറ്റിനുള്ള ശിക്ഷയായിട്ട് തന്നെ ഈ ഒരു കേസിനെ നിങ്ങൾ കണ്ടുകൊണ്ട് ഇത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി പിണറായി വിജയൻ്റെ ഉൾപ്പെടെയുള്ള ഇതിനകത്തിലെ ഇടപെടലും പങ്കാളിത്തവും പുറത്തു കൊണ്ടുവരണം. ഈ ഒരു കേസ് തന്നെയല്ല, പിണറായി വിജയൻ്റെ സമയത്തെ പല കേസുകളും ഉണ്ട്. കർത്താ കേസ് തന്നെ ഇപ്പം നടക്കുന്നുണ്ട്, ED അന്വേഷണം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. പക്ഷെ അതിനകത്തിൽ ഈ കരിമണൽ വിൽക്കാൻ അനുമതിയില്ലാതെ കരിമണൽ വിൽക്കാൻ ഉള്ള നടപടി എടുത്തതിനെതിരെ സംസ്ഥാന സർക്കാർ അന്വേഷിക്കണം. ഇത് പല കാര്യങ്ങളിലും അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ഗൗരവതരമായി ഓരോന്നും കുറിച്ചും പരിശോധിച്ച് അന്വേഷണത്തിന് വേണ്ടി ഉള്ള നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആ നേതാവിനോട് പിണറായി വിജയൻ കാണിച്ച ആ ദ്രോഹം, ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത ആ ഒരു ദ്രോഹം നിങ്ങൾ മറക്കാതെ അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം നിങ്ങൾ പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തെറ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും അതിനുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഞാനിത് പറയാൻ കാരണം ഞാൻ ഒരു കോൺഗ്രസ്സുകാരനല്ല. ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയാം, ഞാൻ ഒരു കോൺഗ്രസ്സുകാരനല്ല. കോൺഗ്രസ്സിനെ എതിർക്കുന്ന ആളാണ്, CPM-നെ എതിർക്കുന്ന ആളാണ്. എൻ്റെ രാഷ്ട്രീയം ഞാൻ സംഘപരിവാർ രാഷ്ട്രീയമാണ്. എങ്കിൽ കൂടിയും നിങ്ങളോട് ഇത് പറയാൻ കാരണം ഞാൻ സംഘപരിവാറിൽപ്പെട്ട ഒരു പ്രവർത്തകനാണെങ്കിൽ കൂടിയും എനിക്ക് ഉമ്മൻചാണ്ടിയോട് കാണിച്ച ആ ഒരു ദ്രോഹം ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം ഒരു വയോധികൻ, പ്രായമായ മനുഷ്യൻ, ഒരിക്കലും നമ്മൾ ഈ രീതിയിൽ ഒരാളിനെ അധിക്ഷേപിക്കാൻ പാടില്ലായിരുന്നു. സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഒരു സ്ത്രീജിതനായിട്ട് അദ്ദേഹത്തിനെ അവതരിപ്പിച്ചുകൊണ്ട്, അതും പ്രകൃതി വിരുദ്ധമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം പെരുമാറി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അപമാനിക്കാനായി കേസ് കൊണ്ടുവന്നത്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അങ്ങനെ ഒരാളിന് തക്ക ശിക്ഷയ്ക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ കൊണ്ടു തന്ന ഒരു വഴിയാണിതെന്ന് ചിന്തിച്ച് തന്നെ നിങ്ങൾ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹായിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൽ ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ഇത് ലൈക്ക് ചെയ്യുകയും ഒപ്പം തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഇതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക.